എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ പല ഉള്ളറകളെയും തുറക്കുന്ന മർമ്മങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പ്രധാനമായിട്ടും യേശുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും ഉപരിജ്ഞാനം ഗ്രഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമുക്കൊന്ന് പര്യാലോചിക്കാം. യേശുക്രിസ്തുവിൻ്റെ താഴ്മ, വിനയം, അതിനെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ രഹസ്യം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഏകസ്നേഹം, ഏകഭാവം, ഏക മനസ്സ് ഉള്ളവരായി ഐകമത്യപ്പെടുക. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഈ സ്വഭാവ വിശേഷത്തിലായിരിക്കണം എന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിക്കും. അത് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ഈ സ്വഭാവ വിശേഷങ്ങൾ വളർത്തിയെടുക്കാൻ. അപ്പോൾ തമ്മിൽ താഴ്മയും വിനയവും അനുസരണവും ഒക്കെ ഉള്ളവരായിരിക്കുക എന്നാണ്. അതിന് ഒരു മാതൃകയായിട്ട് യേശുക്രിസ്തുവിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ചാണ് പിന്നീട് അപ്പോസ്തലൻ വിശദീകരിക്കും. താഴ്മയ്ക്കും വിനയത്തിനും യേശുക്രിസ്തു എങ്ങനെയാണ് മാതൃകയായി തീർന്നതെന്നാണ്. ലോകത്തിൽ പല വിഷയങ്ങളിലും പല മാതൃകാ പുരുഷന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരിലെല്ലാം ഉപരിയായിട്ട് യേശുക്രിസ്തുവിനുള്ള പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. ഒന്നാമത്, യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതാണ് ഏറ്റവും വിശേഷതയേറിയ മാതൃക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരുത്തനും ഇതുവരെയും ധൈര്യമുണ്ടായിരുന്നില്ല എന്നാണ്. വേദപുസ്തകം ആ കാര്യം വളരെ അസന്നിഗ്ധമായി നമ്മളോട് പ്രസ്താവിക്കുന്ന വസ്തുതയാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള എന്തും നൽകുവാൻ യേശുക്രിസ്തു പ്രാപ്തനാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യാദികളും കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നൽകപ്പെടുമെന്നുള്ള വാഗ്ദത്തവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനായി എണ്ണിക്കൊള്ളുവിൻ. ഇത് ഈ ലോകത്തിൽ വളരെ പ്രയാസകരമായൊരു കാര്യം അവിടെ അപ്പോസ്തലൻ. ഓരോരുത്തരെയും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. ആ ഒരു വിധത്തിൽ വേണം ദൈവത്തിനും യേശുക്രിസ്തുവിനും സഹോദരവർഗങ്ങൾക്കും ഒരു ദൈവവിശ്വാസി കീഴ്പ്പെട്ടിരിക്കേണ്ടതെന്നാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുള്ളതാണ്
പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകും. അപ്പം ഇതിനെല്ലാം ഒരു മാതൃകയായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. 4-ാമത്തെ വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഉണ്ടോ? ഇത് മുഴുവൻ മനുഷ്യരാശിക്കും ചെയ്യാവുന്ന കാര്യമാണ്. സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാണ്. നാം നമ്മളെ തന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, നാം നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം പരിഗണിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ. അപ്പം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരൻ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മനസ്സ്. യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമാണ് താഴെ പറയാൻ പോകുന്നത്. മറ്റുള്ളവന് വേണ്ടിയും യേശു ചെയ്ത കാര്യങ്ങൾ. യേശുവിൻ്റെ മുൻപുള്ള ആസ്തിക്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ അടുക്കലുള്ള ക്രിസ്തുവിൻ്റെ ആ വാസത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നു. അടുത്ത വാക്യം നമുക്ക് നോക്കാം. 5-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അനേക ക്രൈസ്തവരും അല്ലാത്തവരുമായ ആളുകളൊക്കെ പല മാനസിക നിലവാരങ്ങളുള്ള ആളുകൾ ഇന്നും ഭൂമുഖത്ത് ജീവിക്കും. എന്നാൽ പല കാര്യങ്ങളിലും പലപ്പോഴും അവർക്കൊക്കെ വീഴ്ച പറ്റുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഇവിടെ യേശുക്രിസ്തുവിന് ഒരു കാര്യത്തിലും വീഴ്ചയില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്നും മാത്രമാണ് യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. ഇല്ല എന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് യേശുക്രിസ്തുവിനെ ദൈവപുത്രനാക്കി തീർക്കുന്നതിനുള്ള വിശേഷത. പിതാവായ ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുന്നു എന്നാണ്. ഈ എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് യേശുക്രിസ്തു, ഏകപുത്രനാണ്. ആ ഏകപുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മുഴുവൻ സ്വത്തും മനുഷ്യന് വേണ്ടി നൽകിയെന്നാണ്. അങ്ങനെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ ഇടയായത്. അതിനെക്കുറിച്ചാണ് അടുത്ത വാക്യം പറയുന്നത്. 6-ാം വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഇതാണ് വലിയ വിശേഷത. യേശുക്രിസ്തു ദൈവരൂപത്തിൽ ഇരുന്നു എന്നാണ്. ദൈവമായിരുന്നു എന്നല്ല, ദൈവരൂപത്തിലായിരുന്നു എന്നാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ദൂതഗണങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ദൈവരൂപത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്നു എന്നാണ്. അതാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ. സകല സൃഷ്ടവസ്തുക്കളും യേശുക്രിസ്തുവിൽ കൂടെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. പിതാവായ ദൈവം ഒന്നും നേരിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം യേശുക്രിസ്തുവിൽ കൂടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകും. അവൻ സകലത്തിൻ്റെയും കാരണഭൂതൻ,
അവൻ മുഖാന്തരം സകലവും സൃഷ്ടിച്ചു. സകലത്തിൻ്റെയും കാരണഭൂതൻ യഹോവയാണ്. യഹോവ യേശുക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിച്ചു. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ദൈവത്തിൻ്റെ ദൂതന്മാരെ, ആദാമിനെ, ഇവരെയെല്ലാം സൃഷ്ടിക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, പ്രധാന ദൂതനാണ്, കാര്യനിർവാഹകനാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അങ്ങനെ ഒരുപാട് നിലകളിൽ യേശുക്രിസ്തുവിന് പ്രത്യേകതകളും വിശേഷതകളും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ അവൻ ആത്മജീവിയായിരുന്നു. അവൻ ദൈവത്തിൻ്റെ വചനമായിരുന്നു. പിതാവായ ദൈവം ആത്മശരീരമുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആത്മശരീരമുള്ളവനാണ് യേശുക്രിസ്തു. ആത്മശരീരത്തിലിരുന്ന യേശുക്രിസ്തു ജഡരൂപമെടുത്തു, അതായത് മനുഷ്യനായി തീർന്നു. യേശുക്രിസ്തുവിന് വേണമെങ്കിൽ മറിയാമിൽ കൂടെ ജനിക്കാതെ തന്നെ ഒരു ശിശുവായിട്ട് യേശുവിനെ ഇവിടെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാഞ്ഞത്? എന്താ ചെയ്യാൻ? യേശുക്രിസ്തു മറിയാമിൽ കൂടെ ജനിക്കാതെ ഒരു പുൽക്കൂട്ടിലോ മറ്റെവിടെയെങ്കിലോ ജനിച്ചെന്നിരിക്കട്ടെ, അപ്പൊ ആളുകൾ എന്തു പറയും? ഒരു അനാഥ ശിശു, ഇവിടെ വേദിലകേമിൽ ഒരു അനാഥ ശിശു എവിടെയോ നിന്ന് വന്നു ഇവിടെ കിടക്കുന്നു. അപ്പം ആരെങ്കിലും തന്മനസ്സുള്ളവർ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും, അല്ലേ? പിന്നെ അത് ദൈവത്തിനാണെന്ന് പിന്നെ സ്ഥാപിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം യേശുക്രിസ്തു മറിയാമിൽ കൂടെ ജനിക്കാനുള്ള കാരണം എന്താ? യേശു പാപികളെ വീണ്ടെടുക്കാനാവും. അപ്പൊ മനുഷ്യകുലത്തിൽ തന്നെ അവൻ പിറവിയെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മറിയാമിൽ കൂടെ. കർത്താവ് പരീശന്മാരോട് ചോദിച്ചു, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് സന്ധിതയെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും? ഈ വെറും നിർജീവമായ ഈ പാറകളിൽ നിന്ന്, ഈ പാറക്കഷ്ണങ്ങളിൽ നിന്ന് സന്തതിയെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. യേശുക്രിസ്തുവിനെ അങ്ങനെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയലാഞ്ഞിട്ടല്ല, അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് അങ്ങനെ അവതരിക്കാൻ ദൈവം അനുവദിച്ചു. ഓരോ ആസ്തിക്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവികൾ അതിൻ്റെ ആസ്തിക്യം വെടിയണമെങ്കിൽ, അത് മറ്റൊരു ആസ്തിക്യത്തിലായി തീരണമെങ്കിൽ അത് പിതാവായ ദൈവത്തിൻ്റെ അനുമതി വേണമെന്ന്. യേശുക്രിസ്തു ലോഗോസായിരുന്നപ്പോൾ തീരുമാനിക്കുകയാണ്, ഞാനൊരു മനുഷ്യനായി തീർന്നിട്ട് ഭൂമിയിലൊക്കെ ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കണ്ട് മടങ്ങി വരാം എന്ന് യേശുക്രിസ്തു തീരുമാനിച്ചാൽ യേശുക്രിസ്തുവിന് ആത്മശരീരം ഉപേക്ഷിച്ച് ജഡശരീരം എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അതിന് പിതാവായ ദൈവത്തിൻ്റെ അനുമതിയോടുകൂടിയേ ആ പ്രകൃതി മാറ്റം സാധിക്കും. അതുകൊണ്ടാണ് അത്യുന്നതന്റെ ശക്തിയാണ് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോ സ്വയമായ തീരുമാനമോ അല്ല എന്നുള്ളത്. അപ്പൊ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക. പല മതങ്ങളും പറയുന്നത് യേശുക്രിസ്തുവും പിതാവായ ദൈവവും സമതുല്യന്മാരാണെന്നാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ കഴിഞ്ഞും
താണവനാന്ന് പറഞ്ഞാൽ പാപമാകുമെന്ന് പേടിച്ചിട്ടാ. അത് പാപമല്ല. യേശുക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. പിതാവിനെ വലിയവനാക്കി പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. എൻ്റെ പിതാവ് എന്നിലും വലിയവൻ. ആ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന കർത്താവിൻ്റെ പ്രസംഗ വിഷയങ്ങൾ. അപ്പോൾ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്നുള്ളതിൻ്റെ കാര്യം അവൻ ദാസരൂപമെടുത്ത്. അപ്പോൾ മനുഷ്യൻ ദൂതന്മാരിലും താണവടിയിൽ സൃഷ്ടിക്കപ്പെടും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഏറ്റവും ഉയർന്ന വടിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആത്മ ശരീരിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു കഴിഞ്ഞാൽ അടുത്തത് ദൂതന്മാരാണ്. ദൂതന്മാർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാണ്. ഈ വിശേഷ ബുദ്ധിയുള്ള ജീവികളുടെ ഗണം ഇതിൽ തീരുവാണ്. പിന്നെ പോയിട്ടുള്ള മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധിയില്ല. അതിന് ഒരു സാമാന്യമായി ആ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. പിന്നെ വിവേകപൂർവം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗത്തെക്കുറിച്ച്. അപ്പം ആ വിഷയം പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. മനുഷ്യനെ എന്തുകൊണ്ടാണ് മൃഗമായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് ആ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവൻ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൂർണ്ണ മനുഷ്യന്റെ സ്വഭാവം, ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് യേശുക്രിസ്തു അന്നത്തെ തലമുറയ്ക്ക് തെളിയിച്ചു. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ കൂടെ മറ്റുള്ള വരുവാനുള്ള തലമുറകൾക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഉപദേശങ്ങൾ നൽകപ്പെടും. അങ്ങനെയാണ് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. യേശുവിൻ്റെ താഴ്മയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും പറയാനാണ് ഈ ഭാഗമെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ആരുടെ മുമ്പാകെ താഴ്ത്തി? യേശുക്രിസ്തു ആരുടെ മുമ്പാകെയാ തന്നെത്താൻ താഴ്ത്തിയത്? മനുഷ്യരുടെ മുമ്പാകെയല്ല, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ സന്നിധിയിൽ അവൻ താഴ്മ ധരിച്ചു. ഞാൻ പിതാവായ ദൈവമാണ്, ഞാനിവിടെ ഭൂമിയിൽ വന്നിരിക്കുകയാണ് എന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ ആ പിതാവ് അയച്ചിരിക്കുന്ന അവൻ്റെ പുത്രനാണെന്നാണ് പറഞ്ഞു. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്ന ഈ വചനങ്ങളെല്ലാം ഇത് എൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല, എന്നെ അയച്ച പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നാണ്. ഇത് ഈ തിരിച്ചറിവൊന്നും ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിലെ ഒരു മതപണ്ഡിതന്മാർക്കുമില്ല. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തെ തിരിച്ചറിയാതെ അന്ധതയിൽ ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിൽ വന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം അവിടെ വന്നിരിക്കണമെങ്കിൽ ആരാണ് പിന്നെ പ്രാർത്ഥിക്കണേ? ആ കാര്യങ്ങളൊന്നും ചെയ്താൽ പോരെ. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി അവനെന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആരോട് അനുസരണമുള്ളവനായി എന്നാണ് നമ്മൾ ചോദിച്ചത്. യേശുക്രിസ്തു ആരോടാണ് അനുസരണമുള്ളവനായത്? അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ
അവിടെ നടക്കുന്ന ആ ക്രിയയാണ്. ഒരാൾ കൽപ്പിക്കുന്നു, മറ്റൊരാൾ അതുപോലെ ചെയ്യുന്നു. അപ്പം അങ്ങനെ രണ്ടും വ്യക്തികൾ വേണം അനുസരണം തെളിയിക്കാൻ. അപ്പം പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകളെ യേശുക്രിസ്തു അനുസരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതാണ് വേദപുസ്തകം പറയുന്നത്. പിതാവായ ദൈവം തന്നെയാണ് കാൽവറി ക്രൂശിൽ മരിക്കാൻ വന്നതെങ്കിൽ ആ മരണത്തിന് എന്ത് വിലയാണുള്ളത്? യേശുക്രിസ്തു മരിക്കുവാനിടയായ കാര്യം ഏതാണ്? ആദാമിൻ്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ. ആദാമിന് കൽപ്പന കൊടുത്തത് യഹോവ തന്നെയല്ലേ? യഹോവയാണ് ആദാമിന് കൽപ്പന കൊടുത്തത്. ആ യഹോവയാണ് ഇവിടെ മരിക്കാൻ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ യഹോവയ്ക്ക് മരിക്കേണ്ട കാര്യമില്ല, ഞാനങ്ങ് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പോരെ. ആദാമേ, ഞാൻ ഏതായാലും നീ അറിവില്ലാതെ തിന്നുപോയി, ഞാൻ ക്ഷമിച്ചു, നീ മരിക്കുകയല്ല, നീ തോട്ടത്തിൽ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ പിതാവായ ദൈവം കന്യാമറിയാമിൽ കൂടെ ജനിച്ച് ഇവിടെ പിച്ച വെച്ച് നടന്ന് 4-5 വയസ്സുകാരെ കന്യാമറിയാമിൻ്റെ മുലപ്പാലും കുടിച്ച് വളർന്നു, പിന്നെ ക്രൂശിൽ മരിക്കുന്നു. എത്രയോ ബാലിശമായി. ഇതിലും ഭേദം ആരാ? ഖുർആൻ പറയുന്നതാണ് ഇതിലും ഭേദം എന്ന് നമുക്ക് തോന്നിപ്പോകും. ക്രൈസ്തവ മണ്ഡലത്തിൻ്റെ ഈ വികലമായ ഉപദേശങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിതാവായ ദൈവം ഇതങ്ങ് ക്ഷമിച്ചാൽ മതി, ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. ഇവിടെ കർത്താവ് പറയുന്നു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഇതിപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ രൂപം നമ്മളോട്. ഒന്നവൻ ദൈവരൂപത്തിലിരുന്നു, അതൊരു പ്രകൃതിയാണ്. ഇപ്പോൾ അവൻ മനുഷ്യനായി പിറന്നിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ഓരോരുത്തരും കരുതണം. അപ്പൊ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഈ വാക്യത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൈസ്തവൻ എന്ന് പറയുന്ന ആളുകൾ അവരെന്ത് വേദപുസ്തകമാണ് പഠിക്കുന്നത്? ദൈവം ഇതിൽ കൂടുതൽ എന്താ കാര്യങ്ങൾ തെളിവായിട്ട് എങ്ങനെ പറയും? ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ആരെ? യേശു ക്രിസ്തുവിനെ. ആരിലും ഉയർത്തി? പിതാവായ ദൈവത്തെ കഴിഞ്ഞു ഉയർത്തിയോ യേശുവിനെ? പിതാവായ ദൈവത്തിന്റെ മുകളിലായില്ലല്ലോ യേശു ക്രിസ്തു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകിയെന്ന. നൽകിയെന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതാണ് നൽകിയെന്ന് പറയും. ആദ്യം മലയാള ഭാഷയുടെ വ്യാകരണങ്ങളും അർത്ഥങ്ങളും ഒക്കെ പഠിച്ചെങ്കിലേ വേദപുസ്തകം പഠിക്കാൻ പറ്റും. അപ്പൊ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല അധികാരത്തിനും മേലായ അധികാരം യേശു ക്രിസ്തുവിന് നൽകിയെന്നാണ്. ഈ കാര്യം യേശു ക്രിസ്തു പുനരുത്ഥാന ശേഷം പറഞ്ഞത്. പുനരുത്ഥാനത്തിന് മുമ്പ് കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. ഏത് കാര്യമെന്നറിയോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ യഹോവയ്ക്ക് നൽകേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ ഭൂമിയിലെ അധികാരി എപ്പോഴും യേശുക്രിസ്തു തന്നെയല്ലേ? യേശുക്രിസ്തു തന്നെയല്ലേ പിതാവായ ദൈവം. അപ്പൊ ആരോടെങ്കിലും മേടിക്കേണ്ട കാര്യമുണ്ടോ? പിശാചിനോട് മേടിച്ചതായിരിക്കും. പിശാചിന് കുറച്ച് നാളത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇവിടെ വിഷയം. ദൈവം അവന് ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ അധികാരം നൽകി. അപ്പൊ ഇവിടെ പുനരുത്ഥാന ശേഷമാണ് ഈ അധികാരം നൽകപ്പെടുന്നത്. അങ്ങനെ
10-ാമത്തെ വാക്യം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ, ഇനി ഒരു വലിയ കാര്യമാണ് പറയാൻ പോകും. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ഇതൊരു പ്രവചന രൂപമാണ് ഈ വാക്യം. സകല അധികാരവും നൽകിയതിൻ്റെ പേരിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് യേശുവിൻ്റെ 2-ാമത്തെ വരവിലാണ്. കുറേ കാര്യമൊക്കെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കറിയാം, 2ാമത് വരുമെന്നൊക്കെ അറിയാം. അപ്പം ശരീരത്തോടു കൂടെയാണോ ശരീരം കൂടാതെയാണോ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. അപ്പം യേശുവിൻ്റെ 2ാമത്തെ വരവിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, ഈ വാക്യം കണ്ടുകൊണ്ട് ഒരു പെന്തിക്കോസ്ത് സഹോദരൻ പറഞ്ഞത് എന്നാന്നറിയോ? പാതാളത്തിന് 3 തട്ടുണ്ടെന്ന്. പാതാളത്തിന് 3 തട്ടുണ്ട്. ഒന്ന് മുകളിലത്തെ തട്ട്, ഒന്ന് നടുഭാഗത്തെ തട്ട്, ഒന്ന് ഏറ്റവും അടിയിലെ തട്ട്. അതാണ് അധോലോകം. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ കൊണ്ടാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത്. വലയില്ലാത്തടത്തേക്ക് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വലയിട്ടിട്ട് മീൻ കിട്ടി എന്ന് പറയുന്ന പോലെ ചുമ്മാ അങ്ങനെ എറിയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് നേരം കളയാൻ വേണ്ടി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക. വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണെന്ന് വ്യാജേന ആളുകളെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ പറയുന്നത്? സ്വർലോകർ എന്ന് പറഞ്ഞാൽ ആരാ? ദൂതന്മാരെ സംബന്ധിച്ച സ്വർലോകർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ 1-6 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നും അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ ഇനി ദൂതന്മാരോടും നമസ്കരിച്ചോളാൻ. ഒരു യഹോവ സാക്ഷിക്കാരനോട് ചോദിച്ചു, യേശുക്രിസ്തുവിന് ആരാധനയ്ക്ക് യോഗ്യത നൽകിയിട്ടുണ്ടോ എന്ന് ഉണ്ടെന്ന് ഞാൻ ഇല്ല, ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എബ്രായ ലേഖനത്തിൽ വാക്യം എടുത്ത് വായിക്കും. അവിടെയാണ് സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നും അരുളിച്ചത്. അപ്പോൾ വേദപുസ്തകം പഠിക്കാതെ അഭിപ്രായം പറയുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ സ്വർലോകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ. പിന്നെ ഭൂലോകര്, ഈ യേശുക്രിസ്തു വരുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന തലമുറയെ കുറിച്ചാണ് ഭൂലോകർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചാണ്. പിന്നെയോ അധോലോകരേതാ? ആദാം മുതൽ മരിച്ച് മൺമറഞ്ഞ ജനകോടികൾ, അവര് അധോലോകര. അവര് ശവക്കുഴിയിലാണ്, പാതാളത്തിലാണ്. ശവക്കുഴിക്കാണ് പാതാളമെന്ന് വേദപുസ്തകം പറയുന്നത്, അല്ലാതെ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലേക്കല്ല. ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് പാതാളം എന്നവർ. അവിടെ ഒരു 8000 ഡിഗ്രി ചൂടുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. ആ 8000 ഡിഗ്രി ചൂടിൽ പോലും ചാകാതെ കിടക്കുന്ന ആത്മാക്കളുണ്ടെന്നാണ് ഇവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത്. അവിടെ ആത്മാക്കൾ, മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ കിടക്കുകയാണ്. അതാണ് അധോലോകർ. അപ്പോൾ ഇവരുടെ എല്ലാം മുഴങ്കാൽ എവിടെ മടങ്ങും? യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ മടങ്ങും. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഈ 10-11 വാക്യങ്ങൾ ഇത് പ്രവചന സ്വഭാവമാണ്. ഇത് ഭാവിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. യേശുവിൻ്റെ 2-ാം വരവിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും, ആരെയും ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ ക്രൈസ്തവർ, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന
ഈ വേർതിരിവൊന്നും പിതാവായ ദൈവത്തിന്റെ പട്ടികയിലുള്ള കാര്യങ്ങളല്ല, അത് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നതാണ്. ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ട ഏതൊരു മനുഷ്യന്റെ നാവും യേശുക്രിസ്തു രക്ഷകനെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. എനിക്ക് അതൊന്നും പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാലോ, അവനെ രണ്ടാം മരണമാണ് ഇവിടെ നൽകുന്നത്. രണ്ടാം മരണത്താൽ അവനെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുമെന്നാണ്. അതാ യൂദായുടെ ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ ഉള്ള ആളുകൾക്ക് യൂദായുടെ അനുഭവം വെച്ചിരിക്കുന്നു. അതാണ് യൂദായെ അങ്ങനെ ഒരു കഥാപാത്രമായി വേദപുസ്തകം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഒരാൾ പത്രോസാണ്. അത് ചില്ലറ തെറ്റുപറ്റുന്ന ആളുകളെ കുറിച്ചാണ്. പത്രോസിന് മാനസാന്തരം ഉണ്ടായി, യേശുക്രിസ്തു പത്രോസിനെ സ്വീകരിക്കും. അപ്പൊ ഈ രണ്ട് വ്യക്തിയിൽ കൂടെ രണ്ട് പാഠങ്ങളാണ് ക്രൈസ്തവ ലോകത്തിന് കർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പൊ എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയണം. അപ്പൊ യേശുക്രിസ്തു തന്നെയാ പിതാവെങ്കിൽ പിന്നെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് കർത്താവിനെ ഏറ്റുപറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുവും പിതാവും രണ്ടുപേരാണെന്നാണ് ഇവിടെയും ഈ വാക്യങ്ങൾ തെളിയിക്കും. അപ്പൊ പിതാവായ ദൈവത്തോട് താഴ്മയുള്ളവനും വിനയമുള്ളവനായിരുന്നു കൊണ്ട്, അനുസരണമുള്ളവനായിരുന്നു കൊണ്ട് സർവത്തിൻ്റെയും അധികാരം യേശുക്രിസ്തുവിന് പിതാവായ ദൈവം നൽകി എന്നാണ്. ഇതുപോലെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഐകമത്യമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. ഇന്നത്തെ തലമുറ നമ്മൾ ചിന്തിച്ചാൽ വളരെ ഭയാനകമായ ഒരു തലമുറയായി ഇത് തീർന്നിരിക്കുകയാണ്. ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകങ്ങൾ, ലഹരിയും മദ്യവും കഴിച്ച് വെറും പച്ചയോടെ മനുഷ്യനെ കൊല്ലുന്ന പ്രകൃതിയുള്ള ആളുകൾ, മൃഗസ്വഭാവമുള്ള ആളുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാതിരിയുള്ള ദുഷ്പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് അരങ്ങേറുന്നത്? ഇത് ഓരോ കുടുംബത്തിൽ നിന്നും പുറപ്പെടുന്ന ആളുകളാണ് ഈ ക്രിയകൾ ചെയ്യുന്നത്. ഓരോ കുടുംബങ്ങളും ഇന്ന് സോദോം ഗൊമോറയുടെ ഉത്ഭവസ്ഥാനം പോലെ ആയിത്തീർന്നിരിക്കുക. സ്നേഹമില്ല, വിനയമില്ല, തമ്മിൽ താഴ്മയില്ല. ഇതിൻ്റെ എല്ലാം പേരിൽ വരുന്ന ദുരിതങ്ങൾ, ഇതെല്ലാം ദൈവത്തിലും യേശുക്രിസ്തുവിലുള്ള ഭക്തിയില്ലായ്മയുടെ പേരിൽ വരുന്ന സംഭവമാണ്. അപ്പം നമ്മൾ ഈ മനസ്സിലാക്കുന്ന അവരൊക്കെയും ഈ വിധത്തിലുള്ള ഒരു നല്ല സ്വഭാവം രൂപപ്പെടുത്തുകയും പിതാവായ ദൈവത്തിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വേദഭാഗത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു.